ചതിക്കാൻ സാധ്യത ഉള്ളവരുടെ ലക്ഷണങ്ങൾ. 1. നിങ്ങൾ വളരെ രഹസ്യമായി പറഞ്ഞ കാര്യം അപ്പോൾ തന്നെ മറ്റുള്ളവരോട് പറയുന്നവരെ സൂക്ഷിക്കുക. 2. നിങ്ങളുമായി പെട്ടെന്ന് അടുപ്പം കാണിക്കാൻ ശ്രമിക്കുന്നവരെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. 3. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളോട് വന്ന് പറയുന്നവരിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത്. കാരണം ഇത്തരക്കാർ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോടും പറയുന്നതായിരിക്കും. 4. തക്കതായ കാരണങ്ങളില്ലാതെ പറഞ്ഞ വാക്കിൽ നിന്നും പിന്മാറുന്നവരെ വിശ്വസിക്കാതിരിക്കുക. 5. നിങ്ങളുടെ ശത്രുക്കളെയോ അവരുടെ വാക്കുകളെയോ വിശ്വസിക്കാതിരിക്കുക. 6. നിങ്ങളെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും പെരുമാറുകയും അതേസമയം മറ്റുള്ളവരുടെ അടുത്ത് പോയി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞു കൊടുക്കുന്നവരെ വിശ്വസിക്കരുത്. 7. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുറ്റം മാത്രം കണ്ടെത്തുന്നവരിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത്. 8. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ആവശ്യമില്ലാതെ ചോദിച്ചറിയുന്നവരിൽ നിന്നും ബുദ്ധിപൂർവം ഒഴിഞ്ഞു മാറുക. 9. നിങ്ങളുമായി അടുപ്പമുള്ളവർ കാരണമില്ലാതെ പെട്ടെന്ന് അകലുമ്പോൾ ശ്രദ്ധിക്കുക. 10. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ കൈയൊഴിഞ്ഞവരെ നിങ്ങളും മറന്നേക്കുക. 11. ഒരിക്കൽ നിങ്ങളോട് കടുത്ത ശത്രുത ഉണ്ടായിരുന്നവരുമായി പിണക്കം മാറിയാലും അധികം അടുത്ത് ഇടപഴകാത്തതായിരിക്കും നല്ലത്. 12. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം കൂട്ടുനിൽക്കുകയും ചെയ്ത കാര്യത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ മാത്രം തനിച്ചാക്കി പോകുന്നവരെയും വിശ്വസിക്കരുത്. 13. അവസരത്തിനൊത്ത് വാക്കുകൾ മാറ്റിപ്പറയുന്നവരെയും സ്വഭാവം മാറുന്നവരെയും വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. 14. നിങ്ങളെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നവരെയും അമിത വിനയം കാണിക്കുന്നവരെയും വിശ്വസിക്കാതിരിക്കുക. 15. ഒരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചിട്ട് പിന്നീട് എന്തെങ്കിലും കാരണത്താൽ ശത്രുക്കളായി മാറിയവരെ ശ്രദ്ധിക്കുക. 16. ഒരിക്കൽ നിങ്ങളെ കബളിപ്പിച്ചവരിൽ നിന്നും പല കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചവരിൽ നിന്നും അകലം പാലിക്കുക. 17. നിങ്ങളോട് ദേഷ്യമാണെന്ന് അവർക്കും നിങ്ങൾക്കും അറിയാം. എന്നിട്ടും സ്നേഹം നടിച്ചു വിളിച്ചു വരുത്തുന്നവരെ സൂക്ഷിക്കുക. 18. അടുത്തവർ അകലുമ്പോഴും അകന്നവർ അടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക. 19. നിങ്ങൾ എന്തു നല്ല ആശയം പറഞ്ഞാലും അത് മുടക്കുന്നവരുമായി നിങ്ങളുടെ ആശയം പങ്കുവയ്ക്കാതിരിക്കുക. 20. നിങ്ങളുടെ വിജയങ്ങളിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും പരാജയങ്ങൾ വരുമ്പോൾ നിങ്ങളെ കൈയൊഴിയുന്നവരിൽ നിന്നും അകന്നു നിൽക്കുക. 21. നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി പറഞ്ഞു കൊടുക്കുന്നവരെ കഴിയുന്നതും അകറ്റി നിർത്താം. ഓർക്കുക, ഇതിൽ ഒന്നോ രണ്ടോ ചിലപ്പോൾ അതിൽ കൂടുതലോ കാരണങ്ങൾ വെച്ച് മാത്രം ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് വിലയിരുത്തരുത്. ഇത്തരം അനുഭവങ്ങൾ നേരിടുമ്പോൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. ആരെല്ലാം എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. നിങ്ങളോട് അസൂയ ഉള്ളവരുടെ ലക്ഷണങ്ങൾ. 1.
നിങ്ങളോട് അസൂയയുള്ളവർ എപ്പോഴും നിങ്ങളുടെ കഴിവുകളെ പുച്ഛിക്കുകയും അതിനെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യും. 2. നിങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നത് കാണാൻ ഇവർ ആഗ്രഹിക്കുകയില്ല. 3. നിങ്ങൾക്ക് പറയാൻ താൽപ്പര്യമില്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. 4. മറ്റുള്ള ആളുകളോട് നിങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞുകൊടുക്കും. 5. നിങ്ങളെ കാണുന്ന സമയത്ത് നല്ല രീതിയിൽ പുഞ്ചിരിക്കാനോ സംസാരിക്കാനോ മടി കാണിക്കും. 6. നിങ്ങൾ ചെയ്യുന്ന ഏതു നല്ല കാര്യത്തിൽ പോലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. 7. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ലഭിക്കുന്നത് ഏത് വിധത്തിലും തടയാൻ ശ്രമിക്കും. 8. നിങ്ങളറിയാതെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നശിപ്പിക്കാൻ ശ്രമിക്കും. 9. ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അവരെക്കാൾ അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കാം. അത് സത്യവുമാകാം. പക്ഷേ നിങ്ങൾ പറയുന്നത് നിങ്ങളോട് അസൂയയുള്ള വ്യക്തി ഒരിക്കലും സമ്മതിച്ചു തരില്ല. 10. എനിക്ക് എത്ര വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങാമെന്നും പക്ഷേ നീ അതൊന്നും വാങ്ങാൻ പാടില്ലാത്തവനാണ് എന്ന ഒരു തരം ഭാവമായിരിക്കും ഇത്തരക്കാർക്ക്. 11. ഒരു സദസ്സിൽ വെച്ച് നിങ്ങളെ തരം താഴ്ത്താൻ കിട്ടുന്ന ഒരു അവസരവും ഇവർ പാഴാക്കില്ല. 12. നിങ്ങളുടെ എന്തെങ്കിലും വിഷമങ്ങളിലോ പ്രയാസങ്ങളിലോ ഇവർ ഉള്ളുകൊണ്ട് നന്നായി സന്തോഷിക്കുന്നതായി കാണാം. അത് അവർ പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. 13. അവർക്ക് ഇല്ലാത്ത വസ്തുക്കൾ നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കരുതെന്ന് അതിയായി ആഗ്രഹിക്കും. 14. ഇത്തരക്കാരുടെ ഒരു കാര്യത്തിലും ഇടപെടാനോ അഭിപ്രായം പറയാനോ നിങ്ങൾ പോയില്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ നുഴഞ്ഞു കയറാനും അഭിപ്രായം പറയാനും ഇവർക്ക് ഭയങ്കര താൽപ്പര്യമായിരിക്കും. 15. നിങ്ങളുടെ നേട്ടങ്ങളിൽ ഇവർ എപ്പോഴും അസ്വസ്ഥരായിരിക്കും. 16. നിങ്ങൾ ദുഃഖിക്കുന്നതിലായിരിക്കും എപ്പോഴും ഇവരുടെ സന്തോഷം. ഓർക്കുക, അസൂയ കൊണ്ട് ലോകത്തിൽ ഇന്നുവരെ ഒരാളും വിജയിച്ച ചരിത്രമില്ല. അത് സ്വയം നശിക്കാനേ ഉപകരിക്കൂ.